മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ശിവ ശിവ റെഡി ആയില്ലേ? റെഡിയായി. ആ ഓക്കേ അല്ലേ? ഓക്കെ സെറ്റ്. വാ പോവാ. അമ്മായേ അമ്മായി. ആ പോവാ. എവിടെ പോണു? എവിടെ പോണു? എവിടെ പോണു? മാളി പോണു. അമ്മായി എന്ത് റെഡി ആയില്ലേ? ഇന്ന് പോവാൻ പറ്റില്ല, സോറി, പരിപാടി ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതെന്ത്? അത് നടക്കൂല, ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന്. എനിക്ക് വേറൊരു പരിപാടി കയറി വന്നേ. അമ്മായി കളിക്കല്ല കേട്ടാ. അമ്മായി ഇന്നലെ വാക്ക് പറഞ്ഞോണ്ടാണ് ഞാൻ ഇന്നത്തെ കോളേജ് വരെ കട്ട് ചെയ്ത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കോളേജ് കട്ട് ചെയ്യാൻ? കോളേജ് കട്ട് ചെയ്യാൻ പറഞ്ഞില്ല, പക്ഷെ പറയാതെ പറഞ്ഞു. ക്ലാസ് കട്ട് ചെയ്താ? ഇല്ല, മഴയുണ്ട്, ക്ലാസ് ഇല്ല. അമ്മായി ഇതൊന്നും നടക്കാൻ പോണില്ല. അമ്മായി ഒരു കാര്യം ചെയ്തോ, ഇപ്പോഴത്തെ പ്ലാനിങ് ക്യാൻസൽ ചെയ്തോ, എന്നിട്ട് നമ്മൾ ഇന്നലെ ഓണാക്കി ആ പ്ലാൻ വീണ്ടും തിരിച്ചോണ്ടോ. ശിവ, എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പിന്നെന്തിനാ, വേറെ പ്രശ്നമില്ല, ആഗ്രഹം അതാണെങ്കിൽ നടക്കുന്നു. പക്ഷേ പറയുന്ന കേക്ക്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എനിക്ക് ആ പരിപാടി എടുത്തേ പറ്റുള്ളൂ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം എന്താണാവോ ആ പരിപാടി? പരിപാടി എന്താന്ന് വെച്ചാ, കൃപാന്തും വൈഫും കൂടെ പുറത്തു പോണ്, എന്നെയും കൂടെ വിളിച്ച് എനിക്ക് പോണം. അങ്ങനെ വൈഫും അവര് പോകുന്നു. അപ്പൊ അവര് വിളിച്ചപ്പോ അവരുടെ കൂടെ പോയല്ലേ പറ്റൂ. മോശമല്ലേടാ, പോയില്ലെങ്കിൽ മോശമല്ലേ? നമുക്കാണെങ്കിൽ എപ്പോ വേണമെങ്കിലും പോവാല്ലോ. ഇന്നലെ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. അയ്യോ നിങ്ങളെ നാളെ മാളിക്കൊണ്ടു ഫുഡ് മേടിച്ചാലും അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? നൈസിലങ്ങ് തേച്ച്. ഞാൻ അങ്ങനെ ചെയ്തല്ലോ. ഇനിയിപ്പോ എന്തിനാണ് ഈ ചെയ്യണത്? ഇന്നലെ ഈ കണ്ട വാഗ്ദാനങ്ങളൊക്കെ തന്നപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു തേക്കൊന്ന്. അതെ, വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങൾ എപ്പോഴും വാഗ്ദാനങ്ങളായിരിക്കും. അത് നമുക്ക് നിറവേറ്റാൻ പറ്റണം എന്നില്ല, അല്ലേ? അമ്മായി ഇതുണ്ടല്ലോ, ഇത് അഹങ്കാരം. 10 കാശ് കയ്യിലുള്ളതിന്റെ അഹങ്കാരം. എന്ത് അമ്മായി, ഈ നിലപാട് ശരിയല്ല അമ്മായി, നടക്കൂല. എന്ത് ശരിയല്ലെന്ന്? പറ്റത്തില്ല. അതന്നെ, അത് കുഴപ്പമില്ല, എന്തായാലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല. എന്ത് ചെയ്യും? നമുക്ക് എല്ലാവരും കൂടെ പോയിട്ട് വേണ്ടേ? വേണ്ട, നടക്കൂല. പറ്റൂലേ? ഉറപ്പാണോ? ഉറപ്പ്. മോളെ ഗൗളി. ഗൗളിന്നാ അങ്ങനെ എന്നെ വിളിക്കും ഞാൻ. വിളിക്കും അല്ലേ? വിളിക്കും. ശരിടാ. ശരി. എന്നാ നോക്കിക്കൊണ്ട് നിക്കുവാ? പൊളിഞ്ഞ് പോവാ, അത്ര തന്നെ. പോണില്ല, ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോണ കാര്യം പറഞ്ഞു. ഒക്കോ പരിപാടി ക്യാൻസൽ. ശരി, പരിപാടി ക്യാൻസൽ അല്ലേ? അതെ. ഞങ്ങളുടെ കാര്യം അമ്മായി വിട്ടോ. ഞങ്ങള് പിന്നെ വിഷമമൊക്കെ എങ്ങനെങ്കിലും കടിച്ചമർത്തി ഇവിടെ നിൽക്കും. പക്ഷേ നമ്മള് മാളിൽ പോകുന്നതും ഫുഡ് കഴിക്കുന്നതും ഐസ്ക്രീം കഴിക്കുന്നതും സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ. ഒരു പിഞ്ച് മനസ്സ് എന്റെ മുറിക്കകത്തിരിപ്പുണ്ട്. അവളെന്തെങ്കിലും ഉറങ്ങിയിട്ടില്ല. രാവിലെ 6 മണിക്ക് ഒരാളെ പോലും വിളിക്കാണ്ട് എണീറ്റ് റെഡി ആയിരിക്കും അവള്. ആ പിഞ്ച് മനസ്സിനോട് അമ്മ എന്ത് പറയും? പോണില്ലാന്ന് പറയും. Hello guys, I am ready. Wow. അമ്മായി, മാളിന്ന് ചിക്കൻ വാങ്ങിക്കുമ്പോഴേ നല്ല മൊരിഞ്ഞത് നോക്കി വാങ്ങിക്കണേ. പിന്നെ അമ്മായി, മാളിൽ കളിക്കാൻ പറ്റുന്ന തീവണ്ടികളെന്ന് പറഞ്ഞു അതിനകത്ത് 1 പ്രാവശ്യം കയറണം. അത് കഴിഞ്ഞിട്ട് മതി ഐസ്ക്രീം. സമാധാനം പറയുന്നതൊക്കെ. മക്കളെ, ഇന്ന് പോക്ക് നടക്കൂല. അതെന്തൊരു പരിപാടി? അതാ, നോക്ക്, നല്ല മഴയില്ലേ പുറത്ത്, എങ്ങനെ പോകാൻ പറ്റും? അതുകൊണ്ട് പോക്ക് നടക്കൂല. ഇന്നലെ മഴ ഉണ്ടായിരുന്നല്ലോ, അമ്മായിയല്ലേ പറഞ്ഞേ വണ്ടി ഓടിച്ചങ്ങ് പോവാന്ന്. എടീ മണ്ടങ്കണാപ്പി, നിനക്ക് മനസ്സിലായില്ലേ? നമ്മളെ എല്ലാത്തിനെയും അമ്മായി നൈസിലങ്ങ് തേച്ചേ. അമ്മായി തേച്ചാ? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ആരായാലും ചെയ്തു പോകൂലേ? ഭയങ്കര പ്രത്യേക സാഹചര്യം തന്നെ. അമ്മായി വേറെ പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? അമ്മായിക്ക് നമ്മളെക്കാട്ടിലും വലുത് അമ്മായിയുടെ ഫ്രണ്ട്സാ.
ഇനി കൊണ്ടുപോകണോ വേണ്ടോ എന്ന് ആലോചിക്കാം കേട്ടോ. കേശുവേട്ടാ ഇത് ചതിയാ. ഇന്നലെ മാളി കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷം കൊണ്ട് ഉറങ്ങിയത് പോലും ഇല്ല. തേപ്പേരി അമ്മായി. ചേട്ടാ ഇത്രയൊക്കെ ഒരുങ്ങി ഇറങ്ങിയതല്ലേ, അപ്പൊ നമുക്ക് പോയാലേ? 2 കിഡ്നി ഇല്ലേ, ഒരെണ്ണം തരുമോ? ലച്ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആര് ചോദിച്ചാലും കിക്കിന് കൊടുക്കരുതെന്ന്, പ്രത്യേകിച്ച് ചേട്ടന്. നമ്മളിനി എന്ത് ചെയ്യും മള്ളയ്യ? എന്ത് ചെയ്യാൻ, മഴയും പെയ്യണു. ഗൗരി പോനാളാ? ഇല്ല, പറഞ്ഞു വിടാൻ നോക്കും. എന്റെ പൊന്നുകനാൻ്റെ ഒരു കാര്യം പറയില്ല, ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് ഇത്രയും വലിയൊരു തേപ്പ് കിട്ടിയിട്ടില്ല. എന്നടാച്ച്? ഒന്നുമില്ലേ, நல்லா இருக்கா மாங்கா? കൊള്ളാം. എന്താ സുഖം. കനകം ഇങ്ങനെ മാങ്ങ ചെത്തി പൂളി തരുന്നു, രണ്ടുപേരൂടെ അപ്പുറം ഇപ്പുറം ഇരുന്നുകൊണ്ട് മത്സരിച്ച് കഴിക്കുന്നു. എനിക്കൊരു കാര്യം ചെയ്യട്ടോ, ഇത് മഴയത്തങ്ങ് ഒഴുക്കി കളയട്ടോ. അയ്യോ വേണ്ട, കഴിച്ചോ കഴിച്ചോ. കനകം കൈ സൂക്ഷിച്ചോണേ, പിച്ചാത്തിക്ക് ഇന്നലെ മൂർച്ച കൂട്ടി വെച്ചതേ ഉള്ളൂ. അതൊക്കെ കനാൻ നോക്കിക്കോളൂ അമ്മൂമ്മ. അയ്യോ കൈ മുറിഞ്ഞു. അയ്യോ മുറിഞ്ഞു മുറിഞ്ഞു. എന്താ എന്താ പ്രശ്നം? കനകാന്റെ കൈ മുറിഞ്ഞതാ. ഇല്ലില്ല, ഇച്ചിരി മുറിഞ്ഞുള്ളൂ, കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കണ്ടേ കനകേച്ചി? എങ്ങനെ സൂക്ഷിച്ചാലെങ്ങനെ? ഇതിനെല്ലാം കാരണം അമ്മൂമ്മയുടെ നാക്കേനെ. എന്റെ നാക്കോ? നല്ല അമ്മൂമ്മ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞ് നാക്കെടുത്ത് അത്ര ഇട്ടല്ലേ ഉള്ളൂ. കനകം സൂക്ഷിക്കണം, മൂർച്ചയുള്ള കത്തിയാണ്. അതിന് എന്റെ നാക്കിനെ പറഞ്ഞോ? പിന്നെ ആരുടെ നാക്കിനെ പറയണം? അമ്മൂമ്മയുടെ നാക്ക് തന്നെയാണ് അമ്മൂമ്മ, ന്യായീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കൊച്ചേ ബാ കനകം, ഞാനേ മരുന്ന് വെച്ച് കെട്ടിത്തരാം. അമ്മൂമ്മ പോകുന്നതിന് മുമ്പ് ആ മാങ്ങ ഒന്ന് പീസാക്കി തരാമോ? പിന്നെന്താ, ചെത്തിത്തരാം. കനകം അങ്ങോട്ട് പൊക്കോ. പോ 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 പോ. കുത്തി കേറാതിരുന്ന ആണും കയറൂല. ഇപ്പം ഈ മാങ്ങ ഞാൻ തന്നെ പീസാക്കല്ലേ? ഞാൻ അടുത്ത കൈ മുറിച്ച് വെക്കരുത്. മാങ്ങ മുറിക്കാം, നമുക്ക് ഇറങ്ങിട്ട് മായ പോണില്ലേ? പോണില്ലേ? ആ പോണം. ശിവ, അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മ എങ്ങനെയല്ലേ, ചില സമയം എന്തെങ്കിലും പറഞ്ഞ ടക്കനെ കയറി അങ്ങ് വലിക്കും. ആന്നടാ അങ്ങനെ പറഞ്ഞ? അടുത്ത് ചോദിച്ചോ. പിന്നെ അയ്യോ, എന്തെങ്കിലും ചില സമയത്ത് അങ്ങ് പറഞ്ഞാ മതി, അപ്പൊ തന്നെ അത് നടന്നിരിക്കും. നാക്കോണ്ട് എന്തെങ്കിലും ഒന്ന് വളച്ചങ്ങ് പറഞ്ഞാ മതി, അപ്പൊ നടന്നിരിക്കും. എടീ പണ്ടേ നമ്മുടെ പടവലത്ത് നിന്നൊരു വാഴ മൂക്കും കുത്തി വീണ ഓർമ്മയുണ്ടോ എനക്ക്? എന്തോ മൂക്കുത്തി വീണെന്ന്? ഇതേപോലെ ഒരു വാഴ പടവലത്ത് ഇപ്പൊ ഉണ്ടായിരുന്നു, അത് മൂക്കും കുത്തി അങ്ങ് വീട്. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ള അമ്മായി. അതായത് നമ്മുടെ അപ്പൂപ്പൈന്ന വേണ്ട വേണ്ട, എന്നാ ശരി, വേണ്ടെങ്കിൽ വേണ്ട. നമ്മുടെ അപ്പൂപ്പൈ നാഗർകോവിൽ പോയിട്ട് വന്നപ്പോ ഒരു വലിയ വാഴക്കന്ന് കൊണ്ടുവന്നു. അത് വെച്ചപ്പോ വലിയൊരു വാഴ ഉണ്ടായി. ആ വാഴയിലുണ്ടല്ലോ കിടുക്കൊരു കൊലയുണ്ടായിരുന്നു. നമ്മുടെ അമ്മൂമ്മ കൊല കണ്ടിട്ട് പറഞ്ഞു, എന്നാ കൊലയാ, ഭയങ്കര കായ്മലമാണല്ലോ എന്ന് അമ്മൂമ്മ അങ്ങോട്ട് പറയലും. ദോ കിടക്കണ് വാഴ മൂക്കം കുത്തി തറയില്. ഓ അല്ലടി ശിവ. പിന്നല്ലേ, എന്ത് സംശയം ഉണ്ടാ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, മാമനെ വിളിച്ചു ചോദിച്ചു നോക്ക്. അത് നടക്കുമ്പോ മാമനോടുണ്ടായിരുന്നു. തന്നെടാ? പിന്നെ കേക്കെന്ന് ചില സമയത്തുണ്ടല്ലോ വായിക്കാത്ത ഗുളികം കേറിയ പോലെയാ. എന്തെങ്കിലും ഒന്നങ്ങ് പറഞ്ഞാ മതി, അമ്മ പറഞ്ഞ സെക്കൻഡുകൾക്കുള്ളില് നടക്കും. തന്നെ? പിന്നെ ഇപ്പം ഉദാഹരണത്തിന് അമ്മായി ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, അമ്മൂമ്മയും ലച്ചു ചേച്ചിയും തമ്മി അടി ഉണ്ടാക്കുമ്പോ അടി ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അവസാനം ലച്ചു ചേച്ചി പറയണ കേട്ടിട്ടുണ്ടോ, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല, ഞാൻ എങ്ങോട്ടായാലും പോണെന്ന് പറയാറുണ്ട്. എന്താ അങ്ങനെ പറയാറ്? എന്താ? ഇനിയും ചേച്ചി അവിടെ നിന്ന് കഴിഞ്ഞാ അമ്മൂമ്മ വല്ലതും പറയും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ അത് വലിക്കുമെന്നുള്ള പേടി.
ആ പേടി കാരണമാണ് ലച്ചേച്ചി ഉയരും കൊണ്ട് ഓടണത്. ആണോ? പിന്നെ ഇപ്പൊ തന്നെ കനാന്റെ ഇവിടെ നിന്ന് ചന്നം പിന്നെ മാങ്ങ അരി തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. കനാന്റെ എന്ത് ഈ കത്തി കണ്ടിട്ടില്ലേ? ഈ കത്തി കൈകാര്യം ചെയ്ത് പരിചയമില്ലേ കനാന്റെക്ക്? ഉണ്ട്. അങ്ങനെ ഈ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മൂമ്മ വന്നൊരു പറച്ചിലാണ്, ഇന്നലെ മൂർച്ച കൂട്ടിയ കത്തിയാണേ കനകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൂടെ തീർന്നില്ല. അങ്ങ് മുറിഞ്ഞ്. അങ്ങനെയാണോ മുറിഞ്ഞ്? പിന്നെ പോടാ, അങ്ങനെ നടക്കൂല. ഇയാള് വിശ്വസിക്കണ്ട പിന്നെന്നാ. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ഇല്ലെങ്കിൽ കിട്ടുമ്പോ പഠിച്ചോ. തന്നെ പിന്നെ എത്ര അനുഭവങ്ങള്. പരിപാടിയൊക്കെ സെറ്റില്ലേ? എല്ലാം ഓക്കെ അല്ലേ? ചെളിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ? വിളിച്ചോ? ടൂർ വന്നേക്കണാടി നീ? അയ്യോ നോക്കിയ അമ്മമ്മ എന്താ പറ്റി? ഓ ഒന്നും പറയണ്ട എന്റെ അമ്മൂമ്മ. നിന്നെ നല്ലത് പറയാ വേണ്ടേ അമ്മമ്മ. ഇവൻ പുറകില് തന്നെ അടിച്ചങ്ങ് വീണു. അയ്യോ, എന്നിട്ട് വല്ലതും പറ്റിയോ? ഓ കുഴപ്പമൊന്നുമില്ല, കാലിന് ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. എടാ കൊച്ചേ, നിന്നോട് ഞാൻ പറഞ്ഞു തന്നോ അവിടെ എല്ലാം തെന്നി കിടക്കും, അവിടെ നിന്ന് ഇറങ്ങി പോവല്ലേന്ന്? ഉമ്മ അവിടെ ഓടയിൽ ഒരു ചെറിയ കമ്പ് കിടന്ന് ആ കമ്പെടുത്ത് മാറ്റാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. പിന്നെ ഈ മഴയത്ത് തന്നെ കമ്പെടുത്ത് മാറ്റണം എന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നില്ലയോ? കമ്പെടുത്ത് മാറ്റിയില്ലേ പിന്നെ വെള്ളം പോണ്ടേ? ഇപ്പൊ സമാധാനമായല്ലോ. ഓ എന്താ പറ്റിയടാ? ഓ ഒന്ന് ബാക്കില് തെന്നി വീണ്. ഇവനോട് ഞാൻ പറഞ്ഞതാ മഴയത്ത് വെളിയിൽ ഇറങ്ങല്ലേന്ന്. കണ്ടേ പോയി തെന്നി അടിച്ച് വീണിട്ട് വന്നിരിക്കുന്നു. ശരി, അമ്മൂമ്മ പറഞ്ഞതാ കേട്ടില്ല. എന്തെങ്കിലും പറ്റിയ കാര്യമായിട്ട്? അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, വേദനയുണ്ട്. ബാ നിക്കണ്ട, അപ്പുറത്ത് പോയിരിക്ക. ഓ അയ്യോ, നടക്കാൻ പറ്റുന്നുണ്ടോ കേശു? ഉണ്ട്. നല്ല വേദന ഉണ്ടോക്കളെ? ഓ എന്റെ അമ്മൂമ്മ പറഞ്ഞത് ഞാൻ കേൾക്കാതെ ഞാൻ ഇറങ്ങി, അതാണ് എനിക്ക് പറ്റിയത്. ഞാൻ കേക്കത്തില്ലല്ലോ. ഇരിക്കും പതുക്കെ പതുക്കെ. അമ്മമ്മ പറഞ്ഞതല്ലേ കേട്ടൂടായിരുന്നോ? ആ നല്ല വേദന ഉണ്ടോ? വേദന ഉണ്ടോ? വയ്ക്കോ ഉണ്ടോ? അപ്പോഴേ അമ്മൂമ്മ ഇച്ചിരി എണ്ണ ചൂടായിക്കൊണ്ട് വരാം. അപ്പം കാലിലും കയ്യിലും ഒക്കെ തേക്കാം. ഈ ഗുളുക്കോസ് അഥവാ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറും. അമ്മായി എവിടെങ്ങാണ്ട് പോവാനുണ്ടെന്ന് പറഞ്ഞിട്ടേ പോകുന്നില്ലേ? ഞാൻ റെഡി ആവുമായിരുന്നു, അപ്പോഴാണ് സൗണ്ട് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന്. ഓ അതിന് നീ എവിടെ പോന്നു? ഞാൻ ഒന്ന് പുറത്ത് വന്നു. എന്തോ ഫ്രണ്ട്സിന്റെ കൂടെ എന്തോ ഔട്ടിങ് അങ്ങനെ എന്തോ ആണല്ലേ? ഇത് ഔട്ടിങ്ങിന് എന്താ പോണെന്ന് പറയുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല അമ്മായി, പോയിട്ട് വാ. പിന്നെ പുറത്ത് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്, സൂക്ഷിച്ചു പോണേ. അത് തന്നെ, നല്ല കാറ്റും മഴയാ. നിനക്ക് വേറെ ഒരു പണിയില്ലയോ വെച്ചേ? അങ്ങനെ ചോദിക്കാം മുമ്മ. അമ്മ വരാന്ന് ഞാൻ വാക്ക് പറഞ്ഞു പോയി അമ്മ, അപ്പൊ പോവാതിരിക്കണം മോശമല്ലേ? എന്നാ പിന്നെ പൊയ്ക്കോ, പക്ഷെ പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം. കർക്കിടക മാസമാ, എന്താ എപ്പോഴാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലേ. മക്കളെ, അമ്മ എണ്ണ ചൂടായിക്കൊണ്ട് വരട്ടെ. എന്തൊരു വീഴ്ചയായിരുന്നു. എടാ എന്നാ ശരി, ഞാൻ റെഡി ആവട്ടെ പോയിട്ട്. മൈ എന്ത് മൈ പോണോ? ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഞാൻ പോണെന്ന്. അമ്മായിക്ക് ചെവി കിട്ടൂടെ അമ്മായി? മൈക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ നടക്കുന്നൊന്നും. എന്തോടെ നിങ്ങൾ രണ്ടുപേരും കൂടെ പറയണേ? ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് പോയതെല്ലാം കേട്ടായിരുന്നോ? ആര് എന്തോന്ന് പറഞ്ഞിട്ട് പോയെന്ന്? അമ്മൂമ്മ ഇപ്പൊ പറഞ്ഞില്ലേ അമ്മായി അടുത്ത്, പോകുമ്പോ സൂക്ഷിക്കണം, കർക്കിടക മാസമാണ്, എന്ത് എങ്ങനെയൊന്നും വരുമെന്നൊന്നും അറിഞ്ഞൂടാ, സൂക്ഷിച്ച് വീട്ടിൽ വരണമെന്നൊക്കെ പറഞ്ഞാ. അതിപ്പം പുറത്തു പോകുമ്പോ എല്ലാരും പറയണല്ലേ? എല്ലാരും പറയണത് ഓക്കെ, പക്ഷെ ഈ പറഞ്ഞത് അമ്മൂമ്മയാണ്. സോ ഇത് ഏതാ മാസം? ഇത് കർക്കിടകം. കർക്കിടക മാസം. കർക്കിടക മാസം അമ്മൂമ്മ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ്. പിന്നെ പരേതാത്മാക്കൾ ഇറങ്ങി നടക്കണ മാസാണേ. അമ്മൂമ്മ പറഞ്ഞ അച്ചട്ടാണേ. രാവിലെ കനകാന്റി, പിന്നെ ഇവൻ, നീപ്പോ ആര്? അമ്മായി എന്നെ ഫിക്സ് അല്ലേ? അമ്മായിക്ക് വേറൊരു കാര്യം അറിയൂ, ഈ സിനിമ പിടിക്കുന്ന ആൾക്കാരൊന്നും ഈ സമയത്ത്, അതായത് ഈ കർക്കിടക സമയത്ത് പൂജയൊന്നും വെക്കൂല. അതെന്ത്?
പടം പൊട്ടിപ്പോയാലോ? ചിലപ്പോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് റിലീസ് ആവുന്നത് അങ്ങനെ തന്നെ പെട്ടിക്കാതിരുന്നല്ലോ. എടാ പോടാ, ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ? മക്കളെ പാറുവേ, അമ്മൂമ്മ പറയണത് കേക്കാതെ ഞാൻ ചെന്ന് പിറവെ ഇറങ്ങിക്കൊടുത്ത്. ഇപ്പൊ വേണ്ട ഈ സൈഡ് അനക്കാൻ പറ്റണില്ല. കണ്ട അവസ്ഥ കണ്ട? ഞാൻ പറയണത് പാറുവിന് മനസ്സിലാവുന്നില്ലേ? അല്ല പാറു, അമ്മൂമ്മ പറയുന്നത് കേൾക്കാണ്ടാണല്ലോ ചേട്ടൻ ഇറങ്ങിയത്. അതുകൊണ്ടാണല്ലോ ചേട്ടൻ വീണത്. എന്നിട്ടിപ്പൊ കിടക്കണ കിടപ്പ് കണ്ട. ആ അത് ആ അമ്മായിക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. എന്നാ കേശോട്ടാ, ഉം. ഉമേശ്വരന്റെ തലയിൽ തേങ്ങ വീണ കഥ പറഞ്ഞു കൊടുക്ക്. മറ്റേ പടവലത്തെ തേങ്ങ ഉമേശേട്ടന്റെ തലയില്. ഓഹോ, തേങ്ങ വീണ കഥ. ആ അത് അമ്മായി, നമ്മുടെ ഉമേഷ് ചേട്ടൻ ഒരു ദിവസം വെള്ളം അടിച്ചിട്ട് ഏതോ തെങ്ങിന്റെ അടിയിൽ പോയി ഇരുന്ന് കൊടുത്ത്. അമ്മൂമ്മ പോന്ന വഴിക്ക് പറഞ്ഞ് ഉമേശെ സൂക്ഷിച്ചിരി, തേങ്ങ വല്ലതും വന്ന് തലേ വീഴുന്ന് വിളഞ്ഞിരിക്കുകയാണ് തേങ്ങന്ന് പറഞ്ഞങ്ങോട്ട് തിരിഞ്ഞതും ഒരു തേങ്ങ കൊല തന്നെ വന്ന് തലയിൽ ഒറ്റ വീഴ്ച. ജസ്റ്റ് മിസ്. അന്ന് കാഞ്ഞു വേണ്ടേ? പോടാ. പിന്നെ അത് അമ്മൂമ്മ പറഞ്ഞ അപ്പൊ തന്നെ നാക്കെടുത്ത് വായിലിട്ടില്ല. ശരിക്കും? പിന്നെ അമ്മായിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മൂമ്മ എടുത്ത് ചോദിച്ചു. എന്ത് ചോദിക്കാൻ? അമ്മൂമ്മ പണ്ട് എപ്പോഴെങ്ങാണ്ടേ നമ്മുടെ ഉമേശന്റെ തലയില് തേങ്ങ എന്തോ വീണില്ലായിരുന്നോ? കള്ളും കുടിച്ചിട്ട് തെങ്ങിന്റെ മുട്ടിൽ ചെന്ന് കിടന്നാ പിന്നെ തേങ്ങ വീഴത്തില്ലയോ? പിന്നെ മാങ്ങയാണോ വീഴുന്നേ? പക്ഷേ നീ പോന്നെങ്കി പോയിട്ട് വാ. പെരുമഴയാ. നേരത്തെ കാലത്തെ വീട്ടിൽ വരാൻ നോക്ക്. മക്കളെ, ഓ, എങ്ങനെയുണ്ട് വേദന? കുഴപ്പമില്ല, കുറവുണ്ട്. കൈ അങ്ങോട്ട് നീക്കി മാറ്റി വെച്ചേ. ഫോണില്ലേ അമ്മായി? ഫോണില്ലേ? വേദനയുണ്ടോ? ഇല്ല, കുറച്ച്. ചെല്ലമ്മായി, പോയിട്ട് വാ. സൂക്ഷിച്ചൊക്കെ പോണേ. അമ്മൂമ്മ മതി, അമ്മൂമ്മ മതി. വേദന കുറച്ച് കുറവുണ്ട്, ബാക്കി എവിടെ ഇട്ട് തരും. മക്കളെ കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല അമ്മൂമ്മ, ബാക്കി എവിടെ തേച്ച് തരും. അമ്മൂമ്മ പൊക്കും. മക്കളെ നല്ലോണം തേച്ചു കൊടുക്കണേ. പിന്നെ ഓ അമ്മൂമ്മ നീങ്ങില്ല. ഒരു കാര്യം പറഞ്ഞ് എത്ര നേരം വേണോടി നിന്റെ തലമണ്ടക്കകത്തോടൊന്ന് ട്യൂബ്ലൈറ്റ് കത്താൻ? എനിക്ക് മനസ്സിലാവണ്ടേ കളി എന്തുവന്ന്? ആ കിടക്കണ് കൊറേ കൊല്ലം ആയാലോടി നമ്മുടെ കൂടെ. പിന്നെ എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. ഇനിയെങ്കിലും മനസ്സിലാവൂലല്ലേ പെട്ടെന്ന് കണ്ണ് കാണിക്കുമ്പോ. കട്ടക്ക് നിന്നോണം. ആറോടൊപ്പം നിപ്പുണ്ട്, ഇറങ്ങിയിട്ടില്ല. അതെ, മാമനെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. മാമൻ പറഞ്ഞേ അമ്മായിയെ പറ്റിക്കുന്ന കാര്യം ആയതുകൊണ്ട് മാമൻ കൊട്ട സപ്പോർട്ട്. മോളെ ബാ. അമ്മായിയെ മാമനെ വിളിക്കുന്നുണ്ട്. വിളിച്ചാ? എന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്നിട്ട് കൃപാന്താണ് വിളിച്ചു. വരാൻ പോവാണെന്ന് പറഞ്ഞു. ഇപ്പൊ വരുമെന്ന്. ഇപ്പൊ ഇറങ്ങുന്ന? ആ അതങ്ങനെ ശരിയോ? അപ്പൊ നമ്മുടെ പ്ലാൻ ഒന്നും വർക്കൗട്ടായില്ലേ? പേടിച്ചില്ലേ അമ്മായി? ശരിയായി തരാം. ചെല്ലു 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 പോയാ അമ്മയെ കരാൻ്റെ വിളിച്ചോണ്ട് ഓക്കെ. ഓ അമ്മായി, അയ്യോ അമ്മായി. ഓ, അമ്മായി പോയില്ലായിരുന്നു? ഞാൻ എന്താ ഇറങ്ങാൻ പോണ്. ഇപ്പോഴോ? ആ പോവാൻ ഉറപ്പിച്ചോ? ആ പിന്നെ പോവാതെ പോണല്ലോ. പോയിട്ടോ, കുഴപ്പമൊന്നുമില്ല. അമ്മൂമ്മ, നീ എന്തിനിപ്പൊ അമ്മയൊക്കെ വിളിക്കണേ? അമ്മായി ഇവിടുന്ന് പോവല്ലേ, അപ്പൊ പോവാണെന്ന് പറഞ്ഞിട്ട് പോണ്ടേ? അത് ഞാൻ ചെന്ന് പറയാലോ. വിളിച്ചെടുത്താലും പറയാലോ. പിന്നെ
അമ്മമ്മ ആ അമ്മമ്മ ഗൗരിയമ്മായി പോണെന്ന്. അല്ല പോന്നാരും പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. എന്നിട്ട് നീ ഇതുവരെ പോയില്ലയോ? പോവാൻ പോണു. പോണ കാര്യം പോണെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പം പോവാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഞാൻ വിളിച്ചതാ അങ്ങനെ പറയാൻ വേണ്ടി. അല്ല അമ്മായി പോയിട്ട് വെച്ചല്ലേ. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, പോയിട്ട് വാ. അത് തന്നെ, നല്ല മഴയുണ്ട്. നീ പോയിട്ട് വേഗം വാ, സൂക്ഷിച്ചും കണ്ടൊക്കെ പോണേ. கௌரி நீ போயிட்டு லேட் ஆகுமா இல்ல சீக்கிரம் வருவியா? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? அல்ல ஃபுட்டு குக் பண்ணணுமே அதனால கேட்டேன். അതാ ഞാൻ കുറച്ച് ലേറ്റ് ആവും. பத்திரமா போயிட்டு வா. പോണ അമ്മായി. ഓ ഇതാ പോണ്. എന്റെ അമ്മായിക്കൊന്നും പറ്റല്ലേ ദൈവമേ. നീ എന്താ അങ്ങനെ പ്രാർത്ഥിച്ചേ? എന്റെ അമ്മായിക്കൊന്നും പറ്റല്ലേ എന്നല്ലേ പ്രാർത്ഥിച്ചേ. എന്ത് ചെയ്യാനാ മക്കളെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മായിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മായി ഞങ്ങൾ പറഞ്ഞ കാര്യമേ, അമ്മുമ്മയുടെ കരുനാക്കിന്റെ വിഷയം അതൊക്കെ മാവനെ വിളിച്ച് ചോദിച്ചായിരുന്നു. ഓ നിങ്ങൾ പറയണ കാര്യം ശ്രീനെ വിളിച്ച് ചോദിക്കണമെങ്കിൽ ഞാനൊരു അന്ധവിശ്വാസിയായിരിക്കണം. ഞാൻ അന്ധവിശ്വാസിയല്ല, അതുകൊണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചില്ല. എന്റെ ക്യാരക്ടർ അതൊന്നും ചേരില്ല. ക്യാരക്ടറിന് ചേരില്ല. ക്യാരറ്റിനും ചേരില്ലല്ലേ പറയേ. അമ്മായി പോയിട്ട് പോവല്ലേ? ചെല്ലല്ലേ സൂക്ഷിച്ചൊക്കെ പോവാൻ. കാറ്റും മഴയും ഏമാരിയും ഏയ് ഇടിമിന്നില്ല, എന്താ കുഴപ്പമില്ല. പോവല്ലേ? പോയിട്ട് അയ്യോ ഞാൻ ഇപ്പോഴാണ് ആലോചിച്ച, ഫോൺ എടുത്തില്ല. അമ്മായി ബാഗിലെങ്ങാനും കാണുമോ ഇനി ഫോൺ? ബാഗിലാ? നോക്കി നോക്കിയേ, ചിലപ്പോ ഇനി ഉണ്ടെങ്കിലോ. ഫോണുണ്ട്. ഫോണുണ്ട്. പോകിട്ടില്ലേ? എന്നാ ചേട്ടോ ഇറങ്ങ. അയ്യോ ചാർജർ എടുത്തില്ല. ചാർജർ പ്ലാൻ സക്സസ്. എങ്ങനെ സക്സസ് ആ? ചാർജർ എടുക്കാൻ പോയതല്ലേ, ചാർജർ എടുത്തിട്ട് വന്നിട്ട് ശരിക്കും ഞാൻ നേരത്തെ ചോദിച്ചോളൂ എന്റെ തലയ്ക്കകത്ത് എന്തരേ എന്റെ പൊന്നു പെണ്ണി ചാർജറൊക്കെ എന്തിനാ എടുക്കണേ? അമ്മായി ഇടി അമ്മായി നൈസില് പേടിച്ചു ഓടിയതാണ്. പിന്നെ അവിടെ നിന്ന് ഒരു മാസം വേറെ നിൽക്കാൻ പോണോ ചാർജർ കൊണ്ടുപോകാനായിട്ട്? വൈകിട്ടിങ് വരുമല്ലോ. സക്സസ് ആയോ? പിന്നെ എന്നാ പിന്നെ ഇതടി. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. പിന്നെ എന്ത് പറയും ഞാൻ? അയ്യോ അമ്മായി പോയില്ലേ? അയ്യോ അമ്മായി പോയില്ലേ? അയ്യോ അമ്മായി പോയില്ലേ? ഇല്ല, ഇറങ്ങണം. ശരി അമ്മായി ഇറങ്ങണം. അമ്മായി ഫോൺ അടിക്കണട്. അത് ഞാൻ എടുത്തോളാം. എന്ത് പറ്റിയ അമ്മായി? പേടിയുണ്ടാ? എനിക്കെന്ത് പേടി? പിന്നെന്ത് വിറക്കണത്? ഞാനോ? പേടിയില്ലെങ്കിൽ പിന്നെ ചെല്ലു, ഇറങ്ങും. ധൈര്യമായിട്ട് പോയിട്ട് വെച്ചല്ലേ. ഞങ്ങൾ അമ്മായിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചൊന്നും പറ്റൂല. അങ്ങനെ നമുക്ക് തീർത്തു വരാൻ പറ്റില്ല. പിന്നെ പ്രാർത്ഥിച്ചാൽ ചിലപ്പം ഒന്നും പറ്റില്ല. അമ്മായി വേണ്ട, ഇപ്പോഴാവുമ്പോഴത്തേക്ക് മഴ മാത്രമേ ഉള്ളൂ. മഴയും കൂടി വരുന്നുണ്ട്. പിന്നെ ഇച്ചിരി കഴിഞ്ഞാൽ ഇടിമിന്നലാവും, ഫുള്ള് പ്രശ്നമാവും. അപ്പൊ അതിന് മുന്നേ അമ്മ ഇറങ്ങിക്കോ. ശിവ നീ മിണ്ടായിരുന്നേ. നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പാവം പിടിച്ച് അമ്മായി പേടിപ്പിക്കില്ലേ ശിവ? അമ്മായിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല അല്ലേ അമ്മായി? എനിക്ക് പേടിയൊന്നും
ഇല്ല. അമ്മായി ബോൾഡ് അല്ലേ ആ, ബോൾഡ്. അതെ, അതെ, അതെ. അന്ന് ഇറങ്ങങ്ങോട്ട്. എടേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ, നിങ്ങൾ സത്യം പറയണം. നിങ്ങൾ പറഞ്ഞൊക്കെ ഉള്ളതാണ്. കണ്ടാ നമ്മളെ ഇതുവരെയായിട്ടും വിശ്വാസമായിട്ടില്ല. എടേ അതല്ലടേ, എന്റെ കൂടെ കൃപാന്റെ വൈഫും വരെയല്ലേ. അത് പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത്. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചാ അവർക്കൂടെ സംഭവിക്കും. അറിവേ ഞാൻ ഓളത്തിലങ്ങ് പറഞ്ഞേ. ഒന്നാതെ കൃപാന്തിന് ഓൾറെഡി പറ്റിയിരിക്കുകയാണ്. പറ്റിയിരിക്കണം. ഓക്കെ ഞാൻ പറയാം. എടാ കൃപാന്തും വൈഫ് ഇന്നലെ ബൈക്കിൽ നിന്ന് വീണ്. വലുതായിട്ടൊന്നും പറ്റിയില്ല, ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്നായപ്പോൾ അവർക്ക് എണീക്കാൻ പറ്റില്ല. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പൊ അതിനാണ് ഞാൻ പോണമെന്ന് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ പോവാനാ? അമ്മായിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എടാ അവൻ എന്നോട് പറഞ്ഞു ഇവിടെ ആരടുത്തും പറയണ്ട, പറഞ്ഞ നിങ്ങൾക്കൊക്കെ വിഷമാവും, വെറുതെ എന്തിനു ടെൻഷൻ അടുപ്പിക്കണം, അതുകൊണ്ടാണ് ഞാൻ പറയാത്തേ എന്നും പറഞ്ഞോണ്ട്. ഇത് നേരത്തെ മറ്റോ അമ്മായി കരിഞ്ചക്ക് ഇറങ്ങാൻ നോക്ക്. എടാ എനിക്ക് പേടിയടാ, ഞാൻ പോയിട്ട് ഇനി അവർക്ക് വല്ലതും പറ്റണെങ്കിലാ. അവർക്കൊന്നും ഒരു തേങ്ങ പറ്റൂല. പിന്നെ ഞങ്ങൾ അത് ചുമ്മാ പറഞ്ഞു. എന്റെ പൊന്നമ്മായി ചുമ്മാ പറഞ്ഞെന്നാ. എന്റെ അമ്മായി ആ സമയത്ത് അമ്മായിയുടെ ഷോ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു പണി തരണമെന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ കാണിച്ചിട്ട് നമ്പറാണിത്. കറക്റ്റ് സമയത്തിന് കനാൻഡിയുടെ കൈയും മുറിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അങ്ങ് ഇംപ്രവൈസ് ചെയ്തങ്ങ് കയറ്റി അങ്ങ് വെച്ചു കൊടുത്ത്. അപ്പൊ നീ വീണതാ? യവൻ വീണെന്ന് ആര് വീണെന്ന്? ചുമ്മാ ഞങ്ങൾ നാടകം കളിച്ചല്ലേ. എന്താ എന്റെ കാലിൽ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എന്നാലും അപ്പം ഉമേശന്റെ തലയിൽ തേങ്ങ വീണതാ? പണ്ട് ഉമേഷാണ് തലയിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. അത് അപ്പൂപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞാന്ന്. അതോർത്ത് പറഞ്ഞാ. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ റിവെഞ്ച് എടുത്താണല്ലേ? അതിന് അമ്മായി ആ സമയം ഞങ്ങൾ വിചാരിച്ച അമ്മായി നൈസിൽ നമ്മളെ തേച്ചിട്ട് അവരുടെ കൂടെ കറങ്ങാൻ പോവാണെന്ന്. അപ്പൊ ആ ഒരു ദേഷ്യത്തിലങ്ങ് പെട്ടെന്നുണ്ടായ നിരാശയിൽ പറ്റിപ്പോയതാണ്. സോറി അമ്മായി. അമ്മായി ഇറങ്ങാൻ നോക്കിയേ. ഞാൻ പൊക്കോളാം. ഞങ്ങൾ കൂടെ വരണോ? വേണ്ട ഞാൻ പോടാ. അല്ല അമ്മായി ഞാനും കൂടെ വരാം. എന്തരമ്മ അമ്മ വന്നേ നമുക്ക് പോയിട്ട് അയ്യോ വലിക്കത്. പതുക്കെ നടന്നാ മതി, പതുക്കെ. എന്ത് പറ്റി? തുണിയെടുക്കാൻ സ്റ്റെപ്പേ കയറിയപ്പോ വീണതാ. കാല് നമുക്ക് അവിടെ പോയി ഇരുത്താം. മണ്ട മുളക്കണ വീണോ? ചേരട്ട പോയാ? കാല് വലിക്കത്. പതുക്കെ. എന്റെ പൊന്ന് കനകേച്ചി സൂക്ഷിക്കണ്ടേ? ആന്റി കാര്യമായിട്ട് പറ്റിയാ? കാല് ரொம்ப വലിക്കത് ശിവ. ഇതൊക്കെ തോന്നുന്നത്. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചേ? തുണി പറക്കാനെന്നും പറഞ്ഞോണ്ട് സ്റ്റെപ്പിന്റെ മണ്ടക്കോട്ട് വലിഞ്ഞ് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞു വീഴും സൂക്ഷിക്കണമെന്ന്. എന്ന് ഞാൻ പറഞ്ഞു നാക്ക് വായിലോട്ട് ഇടുന്നതിന് മുമ്പട്ടെ ദേ കിടക്കുന്നു പുതുക്കൊന്നും പറഞ്ഞോണ്ട്. കേശു ഉമ്മച്ചിയാണ് ഈ രക്തത്തിൽ ഞങ്ങൾക്ക് ആർക്കും പങ്കില്ല. അല്ല നീ അങ്ങോട്ട് പോന്നു പറഞ്ഞിട്ട് പോന്നില്ലേ? ഇനി ഞാൻ പോണോടാ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.